അനന്തമായ സന്തോഷം, സംതൃപ്തി, സമൃദ്ധി, സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആകർഷണ നിയമത്തിന് കഴിയും. ഗുരുത്വാകർഷണ നിയമം പോലെ ആകർഷണ നിയമവും നിരന്തരം നമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതിയിലെ ഓരോ പ്രപഞ്ച രഹസ്യങ്ങളെയും തത്വങ്ങളെയും മനസ്സിലാക്കി മനുഷ്യൻ ജീവിത പുരോഗതി കണ്ടെത്തുന്നത് പോലെ തന്നെ ആകർഷണ നിയമത്തെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മികച്ചതാക്കാൻ സാധിക്കും. ആകർഷണ നിയമത്തിൽ ആകർഷണത്തിൻ്റെ 7 സിദ്ധാന്തങ്ങളും ആകർഷണ നിയമം എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള 3 ഘട്ടങ്ങളും സ്റ്റെപ്പുകളുമുണ്ട്. ഇതാണ് ആകർഷണ നിയമത്തിൻ്റെ അടിസ്ഥാനം. ആദ്യമായി എന്താണ് ആകർഷണ നിയമം എന്ന് നോക്കാം. ആകർഷണ നിയമം എന്നത് ഒരു പ്രപഞ്ച തത്വമാണ്. ഈ തത്വം നമ്മെ പഠിപ്പിക്കുന്നത് നിങ്ങൾ എന്തിലേക്കാണോ നിങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. അതായത് നിങ്ങളുടെ ഊർജവും ശ്രദ്ധയും എന്തിലേക്കാണോ കേന്ദ്രീകരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരപ്പെടും. ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിൽ, പോസിറ്റീവ് കാര്യങ്ങളിൽ, അതായത് സമൃദ്ധിയിൽ, സന്തോഷത്തിൽ, പുതിയ പുതിയ സാധ്യതകളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ യാന്ത്രികമായി വന്നുകൊണ്ടിരിക്കും. ഇതുപോലെ നെഗറ്റീവ് കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ, അതായത് ദുഃഖം, അസമാധാനം, അസംതൃപ്തി എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നിങ്ങളിൽ കൂടുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും. അതായത് ഒരേ വർഗത്തിൽപ്പെട്ട, ഒരേ ഇനത്തിൽപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, സ്നേഹം സ്നേഹത്തെ അന്വേഷിക്കുന്നു, സ്നേഹം സ്നേഹത്തെ തേടിക്കൊണ്ടിരിക്കുന്നു, ജ്ഞാനം ജ്ഞാനിയെ അന്വേഷിക്കുന്നു, ശിഷ്യൻ ഗുരുവിനെ തേടുന്നു. ഒരേ സ്വഭാവമുള്ള ഏത് കാര്യവും അതേ സ്വഭാവമുള്ള ഇണയെ തേടുന്നു. പോസിറ്റീവ് എനർജിയുള്ള ആളുകൾ പോസിറ്റീവ് എനർജിയുള്ള ആളുകളെ തേടുന്നു. അസുരന്മാർ അസുരഗണത്തെയും ദേവന്മാർ ദേവഗണത്തെയും തേടുന്നു. മാന്യന്മാർ പകലിനെയും കള്ളന്മാർ ഇരുളിനെയും പ്രണയിക്കുന്നു. ഇതും പ്രകൃതി നിയമങ്ങളാണ്. അതായത് നിങ്ങൾ പോസിറ്റീവ് എനർജിയിൽ ആണെങ്കിൽ, പോസിറ്റീവ് എനർജിയിൽ ആണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്നും ഊർജ്ജസ്വലമായ പോസിറ്റീവ് തരംഗങ്ങൾ, അതായത് ഫ്രീക്വൻസീസ്, പ്രപഞ്ചത്തിലേക്ക് സന്തോഷം, സമാധാനം, പുതിയ സാധ്യതകൾ എന്നിങ്ങനെയുള്ള പോസിറ്റീവ് മാനസിക ശാരീരിക തരംഗങ്ങളായി പ്രപഞ്ചത്തിലേക്ക് അയക്കപ്പെടുന്നു. ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന പോസിറ്റീവ് എനർജി, പോസിറ്റീവ് തരംഗ ദൈർഘ്യങ്ങൾ ഇതേ തരംഗ ദൈർഘ്യത്തിൽ പ്രതിധ്വനിക്കുന്ന ആളുകളെയും വസ്തുക്കളെയും പുതിയ സാധ്യതകളെയും നമ്മിലേക്ക് ആകർഷിക്കും. അതായത് ഒരേ വർഗത്തിലും ഒരേ ഇനത്തിലും പെട്ടവ അതേ ഇനത്തിൽപ്പെട്ടവയെ ആകർഷിക്കും. എന്നാൽ മറുവശത്ത് നിങ്ങൾ നെഗറ്റീവ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതായത് സങ്കടം, ഉത്കണ്ഠ, സമ്മർദ്ദം, നീരസം എന്നിവ നിങ്ങളുടെ ഉള്ളിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് എനർജി പ്രപഞ്ചത്തിലേക്ക് പുറപ്പെടുവിക്കുന്നു. ഈ നെഗറ്റീവ് എനർജി കൂടുതൽ നെഗറ്റീവ് എനർജിയിൽപ്പെട്ട ആളുകളെ, വസ്തുതകളെ, സാഹചര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും.
ഇത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളിൽ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇത് പ്രകൃതിയുടെ ഒരു നിയമം കൂടിയാണ്. അതായത് നിങ്ങൾ എത്തരത്തിലുള്ള വൈബ്രേഷൻസ് ആണ് പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് എന്ന് പ്രപഞ്ചം ശ്രദ്ധിക്കുന്നതേയില്ല. നിങ്ങൾ അയക്കുന്നത് പോസിറ്റീവ് എനർജിയിലുള്ള ഫ്രീക്വൻസീസ് ആണെങ്കിൽ പോസിറ്റീവ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. മറിച്ച് നിങ്ങൾ അയക്കുന്നത് നെഗറ്റീവ് എനർജിയിലുള്ള ഫ്രീക്വൻസീസ് ആണെങ്കിൽ ചോദ്യം ചെയ്യപ്പെടാതെ നെഗറ്റീവ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ എന്താണോ പ്രപഞ്ചത്തിലേക്ക് ഓഫർ ചെയ്യുന്നത് അതിനോട് പ്രപഞ്ചം കൃത്യമായി പ്രതികരിക്കും, ചോദ്യം ചെയ്യപ്പെടാതെ തന്നെ. അങ്ങനെയെങ്കിൽ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന വൈബ്രേഷൻ മാറ്റുന്നതിലൂടെ പ്രപഞ്ചം നിങ്ങളോട് പ്രതികരിക്കുന്ന രീതിയിലും നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുവാൻ കഴിയും. നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്ന വൈബ്രേഷനുകൾ സൃഷ്ടിച്ച് പ്രപഞ്ചത്തിലേക്ക് അയക്കുക വഴി നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലങ്ങൾ സൃഷ്ടിച്ചെടുക്കുവാൻ സാധിക്കും. പ്രപഞ്ചത്തിലേക്ക് അയക്കേണ്ട പോസിറ്റീവ് വൈബ്രേഷൻ സൃഷ്ടിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ചുമതലയാണത്. പോസിറ്റീവ് ചിന്തകളിലൂടെയാണ് ഈ പോസിറ്റീവ് വൈബ്രേഷൻസ്, പോസിറ്റീവ് തരംഗങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കേണ്ടതിന് സൃഷ്ടിച്ചെടുക്കേണ്ടത്. ലോ ഓഫ് അട്രാക്ഷൻ പൂർണ്ണമായി പഠിച്ചിട്ട് ചെയ്തു തുടങ്ങാമെന്ന് വിചാരിച്ച് നിങ്ങൾ ഇരിക്കരുത്. അതിനാൽ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് ഉപയോഗിച്ച് തുടങ്ങുക. ഒരിക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മിലേക്ക് എല്ലാം വന്നു ചേരും. സഹായങ്ങൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാരണം ജീവിതത്തിലുടനീളം അറിഞ്ഞും അറിയാതെയും ഈ പ്രതിഭാസത്തെ നാം ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ നാം തന്നെ അറിയാതെ ഈ ആകർഷണ നിയമത്തെ ശരിയായി ഉപയോഗിച്ചുകൊള്ളും. ആകർഷണ നിയമം ഉപയോഗിക്കുന്നതിന് 3 ഘട്ടങ്ങളുണ്ട്, 3 സ്റ്റെപ്സ്. ആദ്യത്തേത് ആസ്ക്, രണ്ടാമത്തേത് ബിലീവ്, മൂന്നാമത്തേത് റിസീവ്. അതായത് ചോദിക്കുക, വിശ്വസിക്കുക, സ്വീകരിക്കുക. ഈ 3 ഘട്ടങ്ങളെ 7 നമുക്ക് തിരിച്ച് പഠിക്കാം. സ്റ്റെപ്പ് 1, ഗോൾ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആദ്യം തീരുമാനിക്കുക. ഒരു ലക്ഷ്യസ്ഥാനം, എങ്ങോട്ടാണ് നിങ്ങൾക്ക് എത്തിച്ചേരേണ്ടത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന ഒരു വ്യക്തമായ ലക്ഷ്യം, ഒരു ഗോൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം എല്ലാ ദിവസവും നിങ്ങൾ ചിന്തകളുടെ രൂപത്തിൽ പ്രപഞ്ചത്തിലേക്കും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും വൈബ്രേഷൻസ്, അത് പോസിറ്റീവ് ആയിരുന്നാലും നെഗറ്റീവ് ആയിരുന്നാലും നിങ്ങൾ അയക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലേക്കും നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും നിങ്ങളുടെ ചിന്തകൾ ഉപയോഗിച്ച് തരംഗങ്ങൾ നിങ്ങൾ അയക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായ എല്ലാത്തിലൂടെയും നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് പ്രപഞ്ചത്തിലേക്കും സബ് കോൺഷ്യസ് മൈൻഡിലേക്കും സന്ദേശങ്ങൾ അയക്കുക. അതുകൊണ്ടാണ് നമുക്കൊരു വ്യക്തമായ ഗോൾ, ലക്ഷ്യം വേണമെന്ന് പറയുന്നത്. വ്യക്തമായ ഗോൾ ഉണ്ടെങ്കിൽ ചിന്തകളിലൂടെ പ്രപഞ്ചത്തിലേക്കും
സബ് കോൺഷ്യസ് മൈൻഡിലേക്കും ഈ ഗോളിനെ, ഈ ലക്ഷ്യത്തെ വളരെ നിഷ്പ്രയാസം എത്തിക്കാൻ കഴിയും. സ്റ്റെപ്പ് 2, ഘട്ടം 2, സ്ക്രിപ്റ്റിംഗ്. നമ്മൾ ഇപ്പോൾ ലക്ഷ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഗോളിനെ, ഈ ലക്ഷ്യത്തെ പ്രസൻറ്റ് ടെൻസിൽ നടന്നു കഴിഞ്ഞ രീതിയിൽ ഇമാജിനേഷൻ ചെയ്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സോട് കൂടി ഒരു സ്ക്രിപ്റ്റായി എഴുതുക. അതായത് ഒരു ഡയറി എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു കഥ എഴുതുന്നത് പോലെ ഷോർട്ട് സ്റ്റോറിയായി നിങ്ങൾ എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് ഇമാജിൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങളിപ്പോൾ എത്തിക്കഴിഞ്ഞു. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോൾ ആ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ജീവിതത്തിൽ ഇനി പെരുമാറുവാൻ ഉദ്ദേശിക്കുക? എന്തൊക്കെയായിരിക്കും ചെയ്തു കൂട്ടുക? നിങ്ങൾക്കതിനെപ്പറ്റി എന്തു തോന്നുന്നു? എങ്ങനെയായിരിക്കും പെരുമാറ്റ രീതികൾ എന്നെല്ലാം ചിന്തിക്കുക. അത് നടന്നു കഴിഞ്ഞതായി ചിന്തിച്ചുകൊണ്ട് അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അതേ സന്തോഷത്തിൽ, അതേ ഭാവത്തിൽ നിങ്ങളിപ്പോൾ എഴുതുക, സ്ക്രിപ്റ്റ് ചെയ്യുക. ഓൾറെഡി നടന്നു കഴിഞ്ഞതായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് സ്വായത്തമാക്കുവാൻ സാധിക്കും. ഉദാഹരണമായി, നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫിലിം സ്റ്റാർ ആകണം എന്ന് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും എഴുതേണ്ടത്. ഉദാഹരണമായി, ഒരു ഫിലിം സ്റ്റാർ ആകാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ സ്ക്രിപ്റ്റിംഗ് ചെയ്യുക എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ മനസ്സിൽ കാണുക, നിങ്ങളൊരു ഫിലിം സ്റ്റാറായി ഒരു ഡയറക്ടറിൻ്റെ കൂടെ നിങ്ങൾ സംസാരിക്കുന്നു. അദ്ദേഹവുമായി സ്ക്രിപ്റ്റും സ്റ്റോറിയും എല്ലാം പ്ലാൻ ചെയ്യുന്നു. പ്രൊഡ്യൂസറുമായി സംസാരിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ആൾക്കാർ നിങ്ങളെ നോക്കുന്നതും കാണുന്നതും ഒക്കെ നിങ്ങൾ മനസ്സിൽ കാണുന്നു. ആ സിനിമ ഫിനിഷായി പാക്കപ്പ് പറയുന്നത് നിങ്ങൾ കാണുന്നു. അതിനുശേഷം ആ സിനിമ തിയേറ്ററിൽ വരുന്നതും കൈയടിക്കുന്നതും നിങ്ങളെ ഫാൻസ് ഉണ്ടാകുന്നതും അവരെല്ലാവരും നിങ്ങളെ അനുമോദിക്കുന്നതുമായ എല്ലാം നിങ്ങൾ കാണുന്നു. അപ്പോൾ ഈ കാണുന്ന കാര്യത്തെയാണ് പ്രസൻറ്റ് ടെൻസിൽ നിങ്ങൾ എഴുതേണ്ടത് സ്ക്രിപ്റ്റായി. Imagination. Use your imagination to do this, and you have to use your feelings to empower that imagination to the next level. ഓരോ വരിയും ആസ്വദിച്ചുകൊണ്ട് വേണം നിങ്ങൾ സ്ക്രിപ്റ്റിംഗ് തയ്യാറാക്കാൻ. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുവരെയും നടക്കാത്ത ഒരു കാര്യം നടന്നു കഴിഞ്ഞ ഫീലോട് കൂടി ആദ്യമായി നിങ്ങളിവിടെ എഴുതുകയാണ്. അതിനാൽ ഇത് നടന്നു കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ ബുദ്ധിക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇല്ലാത്തത് ഇമാജിൻ ചെയ്ത് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഈ അവസരത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ നമ്മൾ സ്റ്റക്കായി നിൽക്കും. കാരണം നമ്മുടെ റാഷണൽ മൈൻഡ് പറയും ഇത് കള്ളമാണ്, ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെ ഇമാജിനേഷൻ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മൾ ഡൗട്ട് വരും, സ്റ്റക്കായി നിൽക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രിൻസിപ്പിളാണ് ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ബിക്കം തിങ്സ്. അതായത് നമ്മൾ ഇതുവരെയും കാണാത്ത
ഒരു റലത്തിലോട്ട് നമ്മൾ കയറുമ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് ആ കാര്യം ചെയ്യുകയാണ്. നമ്മൾ ഇമാജിനേഷനിലേക്ക് അങ്ങനെ ഒരു സംഭവം നടന്നതായി നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് സംഭവിക്കുക എന്ന് നമ്മുടെ മനസ്സിനോട് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ബിക്കം തിങ്സ് എന്നുള്ളത്. ഈ പ്രിൻസിപ്പിളാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിനെ ബോധ്യപ്പെടുത്തുക. ഈ പ്രിൻസിപ്പിൾസിനെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഘട്ടത്തിൽ വരുന്ന പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാം. ഇവിടെയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ബിലീഫ് വരുന്നത്. അതായത് ഞാൻ സെറ്റ് ചെയ്ത ഗോൾ തീർച്ചയായും മാനിഫെസ്റ്റ് ആകും, ഞാൻ എഴുതിയ സ്ക്രിപ്റ്റും വർക്കാകും എന്ന് വിശ്വസിക്കുന്നതാണ് ബിലീഫ് എന്ന ഈ ഘട്ടത്തിൽ. നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് ഇനി സ്റ്റെപ്പ് നമ്പർ 4 ആണ്. ഈ സ്റ്റെപ്പ് നമ്പർ 4-ൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ആവശ്യമുണ്ട്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ബിക്കം തിങ്സ്. നമ്മുടെ ചിന്തകളും വികാരങ്ങളും അത് വസ്തുതകളായി മാറും, അത് വസ്തുതകളായി മാറ്റപ്പെടും. അതുകൊണ്ട് തോട്ട്സിനെയും ഫീലിങ്സിനെയും, നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കഴിയുന്നത്ര പോസിറ്റീവാക്കി നിലനിർത്തേണ്ടതുണ്ട്. ഇതിനുള്ള പ്രാക്ടീസാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ്, മെഡിറ്റേഷൻ, അഫർമേഷൻ, വിഷ്വലൈസേഷൻ, ഇമാജിനേഷൻ, വിഷൻ ബോർഡ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. അതായത് സ്റ്റെപ്പ് നമ്പർ 4 വിഷ്വലൈസേഷൻ. നമ്മുടെ ഗോൾ റിയലായി നടന്നാൽ എങ്ങനെയാകും നമ്മൾ പെരുമാറുക, അത്തരത്തിൽ ഫീൽ ചെയ്ത് കാണണം. നമ്മൾ സ്വയം കാണണം, ഇമാജിൻ ചെയ്യണം. അതായത് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ചെയ്തപ്പോൾ അത് ഫീൽ ചെയ്ത് ഇമാജിനേഷനിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ അതിനെ പ്രസൻറ്റ് ടെൻസിൽ എഴുതി. അതാണ് സ്ക്രിപ്റ്റിങ്. വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്നില്ല, ആ എഴുതിയ കാര്യം ഒന്നുകൂടെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു, നമ്മുടെ അകക്കണ്ണാലെ കാണുന്നു, കണ്ടുകൊണ്ടേയിരിക്കുന്നു. ദെൻ സ്റ്റെപ്പ് നമ്പർ 5 ഫീൽ ദ ഫീലിംഗ് ഓഫ് ഹാവിങ് ഇറ്റ് ഓൾറെഡി. അതായത് ഗോൾ നടന്നു കഴിഞ്ഞാൽ എത്തരത്തിൽ ഫീൽ ചെയ്തു നമ്മൾ പെരുമാറുമോ അതേ ഫീലിങ്സിൽ നാം ഇന്ന് ആയിരിക്കണം, അതിൽ തുടർന്നുകൊണ്ടേയിരിക്കണം. കൂടാതെ എപ്പോഴും നമ്മൾ സന്തോഷത്തിലായിരിക്കണം, സന്തോഷവാനായിരിക്കണം, സന്തോഷവതികളായിരിക്കണം. അതിനായുള്ള വഴികളെ നാം നിരന്തരം പരിശ്രമിച്ച് കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. അതായത് ലവ് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഇൻ ദ വേൾഡ്. നമ്മളെപ്പോഴും ആ ലവിലായിരിക്കണം. ദെൻ സ്റ്റെപ്പ് നമ്പർ 6 ആക്ട് ആസ് ഇഫ്. അതായത് ഗോൾ, ആ ലക്ഷ്യം മാനിഫെസ്റ്റ് ആയാൽ എങ്ങനെ നാം പെരുമാറുമോ അതുപോലെ നാം ഇന്ന് പ്രവർത്തിച്ച് തുടങ്ങണം. നമ്മൾ അഭിനയിക്കണം. അത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ പെരുമാറുമോ, എങ്ങനെ സംസാരിക്കുമോ, എങ്ങനെ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ ചേഞ്ച് ആകുമോ അതുപോലെ നാം ഇന്ന് ആ കഥാപാത്രമായി ജീവിക്കണം. ദ ഫൈനൽ സ്റ്റെപ്പ് നമ്പർ 7 ലെറ്റ് ഇറ്റ് ഗോ. അതങ്ങ് മറന്നു കളയുക. ആ ക്യാരക്ടറിൽ ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെപ്പറ്റി ഓർക്കരുത്. ആ ക്യാരക്ടറിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കണം. That's all.